മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന് ഭക്തി നിർഭരമായ സമാപനം. ഉത്സവാഘോഷങ്ങളുടെ രണ്ടാം ദിവസമായ തിങ്കളാഴ്ച രാവിലെ 5:30 മഹാഗണപതി ഹോമം, ശിവശക്തി ഹോമം, മഹാസുദർശന ഹോമം, ലളിതാ സഹസ്രനാമാർച്ചന, രാവിലെ 9 മണിക്ക് നവകം, പഞ്ചഗവ്യം, അഭിഷേകം, തുടർന്ന് 10 മണിക്ക് അഖിലേന്ത്യാ സിവിൽ സർവീസ് റാങ്ക് ജേതാവ് നിതിൻ പ്രദീപ്, CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ ഉന്നത റാങ്ക് നേടിയ കൂത്തുപറമ്പ് അമൃത വിദ്യാലയം വിദ്യാർത്ഥിനി പാർവതി TC, തലശ്ശേരി അമൃത വിദ്യാലയം ധ്രുവ് D കുറുപ്പ്, ഇന്ദ്രജ ശ്രീജിത്ത്, കണ്ണൂർ അമൃത വിദ്യാലയം സ്കൂൾ ടോപ്പർ എന്നിവർക്ക് വിശിഷ്ടാതി സ്വാമിനി അതുല്യാമൃത പ്രാണ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് ബ്രഹ്മചാരി ആദിദേവാമൃത ചൈതന്യയുടെ പ്രഭാഷണം നടന്നു. എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമങ്ങൾ. നമ്മളുടെ കണ്ണൂർ ബ്രഹ്മസ്ഥാനത്തിൻ്റെ 15ാം പ്രതിഷ്ഠാ വാർഷികം ആഘോഷിക്കുന്ന വേളയാണ്. ഈ ഒരു വാർഷികത്തിൻ്റെ പരിപാടികൾ ഏതാണ്ട് ഒരു മാസം മുമ്പാണ് നമ്മളത് എന്തെങ്കിലും വേണമെന്നുള്ളത് നിശ്ചയിച്ചത്. ആ പരിപാടികളിൽ നിന്നും പെടാത്ത ഒരു പരിപാടിയാണിത്. ഒരു അനൗപചാരികമായിട്ടുള്ള പരിപാടി എന്ന് പറയാം. അപ്രതീക്ഷിതമായിട്ടാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇവിടുത്തെ വക്കീൽ എനിക്ക് പറഞ്ഞത്, നമ്മുടെ ഒരു മകൻ അമ്മയുടെ ഭക്തകുടുംബത്തിൽ ഭക്തൻ തന്നെ സിവിൽ സർവീസിൽ ഉയർന്ന റാങ്കോടുകൂടി റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്ന കാര്യം എനിക്ക് ഈ വാർത്ത 11 മണിക്ക് സ്വാമിനി അതുല്യാമൃത പ്രാണയുടെ നേതൃത്വത്തിൽ പ്രഭാഷണം, ഭക്തിഗാനസുധ, അമൃതപ്രസാദം, തുടർന്ന് വിവിധ കലാപരിപാടികളുടെ 2 ദിവസങ്ങളിലെ ആഘോഷ പരിപാടികൾക്ക് സമാപ്തിയായി. കഴിഞ്ഞ 2 ദിവസങ്ങളായി നടന്ന വിവിധ പൂജായജ്ഞ പ്രഭാഷണ പരിപാടികൾ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തിൽ ശ്രദ്ധേയമായി. കഴിഞ്ഞ 2 ദിവസത്തെ ആഘോഷ പരിപാടികൾ